കയ്യിലെ ഡയറിയിലെ ഓരോ താളും അവൾ വേഗത്തിൽ മറിച്ചു നോക്കി. പലതിലും എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അവൾ ഡയറിയുമായി വീണ്ടും ഹാളിലേക്ക് ചെന്നു. മേശപ്പുറത്ത് ഡയറി എടുത്തു വെച്ച് കസേര വലിച്ച് അതിലേക്കിരുന്നു. ആദ്യം മുതൽ അവൾ വായിക്കാൻ തുടങ്ങി. അവളുടെ കൺമുന്നിലൂടെ എന്ന പോൽ പലതും ഓടിമറഞ്ഞു. ഒടുവിൽ അവസാനത്തെ വരിയും വായിച്ചു കഴിഞ്ഞ് അവൾ മെല്ലെ ഡയറി മടക്കി അടച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്തു. പുറത്ത് രാത്രി വളർന്നു. ഇരുട്ടു നിറഞ്ഞു. അവൾ ഉരുകുകയും വെള്ളമാവുകയും വെള്ളം ആവിയാവുകയും ആവി വീണ്ടും അവളായിത്തീരുകയും ചെയ്തു. അത്രമേൽ അവളുടെ ഹൃദയം പിടഞ്ഞു. ഹൃദയം വേദന കൊണ്ട് പുളഞ്ഞിട്ടും അവൾക്കതിന് മരുന്ന് വെച്ച് കെട്ടാനായില്ല. അവൾ പതിയെ മേശയിലേക്ക് തല ചായ്ച്ചു. ഉള്ളിൽ ആർത്തു കരയുന്ന കടലിനെ ശാന്തമാക്കാനാവാതെ അവൾ കണ്ണുകൾ വലിച്ചടച്ചു കിടന്നു. പുറത്തെ ഇരുട്ട് വീണ്ടും കനത്തു തുടങ്ങി. തലയിൽ ആരോ തലോടുന്നതറിഞ്ഞാണ് ധ്വനി കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചത്. കണ്ണുകളിലേക്ക് വെളിച്ചം തട്ടിയപ്പോൾ അവൾ ഇടത് കൈകൊണ്ട് മുഖം മറച്ചുകൊണ്ട് പതിയെ കണ്ണുകൾ മുഴുവനായി തുറന്നു. മുന്നിൽ തന്നെ പകച്ചു നോക്കി ലക്ഷ്മി. ധ്വനിയുടെ കണ്ണുകൾ പെട്ടെന്ന് തിളങ്ങി. അവൾ പതിയെ അവരെ നോക്കി ചിരിച്ചു. അവർ പക്ഷേ ബദ്ധപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. അത് കണ്ടപ്പോൾ പെട്ടെന്ന് ധ്വനി വല്ലാതെയായി. ഞാനൊരു കഥ പറയട്ടെ. ആദ്യമായി ധ്വനിയുടെ പതിഞ്ഞ സ്വരം കേട്ട് ലക്ഷ്മിയുടെ കാലുകൾ അറിയാതെ നിന്നുപോയി. തിരിഞ്ഞു നോക്കാതെ നിൽക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ധ്വനി വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചു. ലക്ഷ്മി അവളെ അത്ഭുതത്തോടെ നോക്കി. അവരുടെ കണ്ണുകളിൽ കണ്ട ഭാവം അവഗണിച്ച് അവൾ മെല്ലെ പറഞ്ഞു തുടങ്ങി. പണ്ട് ഒരിടത്ത് ഒരു തറവാട്ടിൽ ഒരു വിവാഹം നിശ്ചയിച്ചു. ധ്വനി ഒന്ന് നിർത്തി. ആൻറ്റി ഇവിടെ ഇരിക്കെ, ഇത് കേട്ടിട്ട് പൊക്കോ. ഒരുപക്ഷെ ഇനി ഇത് പറയാൻ ഞാനോ കേൾക്കാൻ ആൻറ്റിക്കോ കഴിഞ്ഞില്ലെങ്കിലോ. ധ്വനിയുടെ ദൃഢമായ സംസാരത്തിൽ ലക്ഷ്മി അറിയാതെ ആ കിടക്കയിലേക്ക് ഇരുന്നു പോയി. അവൾ വീണ്ടും കഥ പറയാൻ തുടങ്ങി. അച്ഛനും അമ്മയും കണ്ടുപിടിച്ച പെൺകുട്ടിയെ തന്നെ ആ പയ്യൻ കല്യാണം കഴിച്ചു. അയാൾക്ക് ആകെ ഒരു ജ്യേഷ്ഠനാണ് കൂടപ്പിറപ്പായുള്ളത്. അവരും കല്യാണം കഴിഞ്ഞ കുടുംബവുമായി തറവാട്ടിൽ തന്നെ ജീവിക്കുന്നു. കല്യാണശേഷം അയാൾ ഭാര്യയുമായി തറവാട്ടിൽ തന്നെയായിരുന്നു ജീവിച്ചത്. വൈകാതെ അവരുടെ ഇടയിലേക്ക് ഒരു അതിഥി വരവറിയിച്ചു. എല്ലാവരും സന്തോഷത്തിലായിരുന്നു. അവർക്ക് ജനിച്ചതൊരു പെൺകുട്ടിയായിരുന്നു. ആ സന്തോഷം ഇരട്ടിക്കാനായി 2 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു അതിഥി കൂടി അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു. വീണ്ടും സന്തോഷം നിറയേണ്ട ഇടം. പക്ഷേ അവർക്കാർക്കും അതത്ര സന്തോഷം നിറഞ്ഞ വാർത്തയായിരുന്നില്ല. സ്കാനിങ്ങിൽ ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു മുഴ. നാൾക്കുനാൾ അത് ക്യാൻസറായി വളർന്നു. ആ ശരീരത്തെ കാർന്നു തിന്നാൻ തുടങ്ങി. കുഞ്ഞിനെ നശിപ്പിക്കാമെന്ന് എല്ലാവരും പറഞ്ഞിട്ടും അവരതിന് തയ്യാറായില്ല. ഒടുവിൽ 10ാം മാസം അവരെ പ്രസവിച്ചു. ആരോഗ്യമുള്ള മറ്റൊരു പെൺകുഞ്ഞ്. പ്രസവശേഷം തന്നെ ക്യാൻസറിൻ്റെ ചികിത്സകൾ അവരിൽ തുടങ്ങിയിരുന്നു. പക്ഷേ ആ കുഞ്ഞിന് 1 വയസ്സ് തികയുന്നതിന് മുന്നേ തന്നെ അവർ വിട പറഞ്ഞു പോയിരുന്നു. ആ കുടുംബത്തിലെ എല്ലാവരെയും അത് വല്ലാതെ പിടിച്ചുലച്ചു. അയാളുടെ ജീവനും ജീവിതവും അയാൾക്ക് നഷ്ടമാവുന്നത് പോലെ തോന്നി. മക്കളെ നെഞ്ചോട് വാരിപ്പിടിച്ച് അയാൾ ഭ്രാന്തമായി അലറി വിളിച്ചു. കുഞ്ഞ് കരയുമ്പോൾ എല്ലാം അയാൾക്ക് അയാളുടെ നെഞ്ചിലിട്ടുറക്കി. ആർക്കൊരു ശല്യവും ഉണ്ടാക്കാതെ ആ കുഞ്ഞുങ്ങൾ അവിടെ വളർന്നു. അവളുടെ ഓർമ്മകൾ അയാളെ മാത്രം വേട്ടയാടിക്കൊണ്ടിരുന്നു. ധ്വനി പെട്ടെന്ന് നിർത്തി. മുന്നിലേക്ക് നോക്കിയപ്പോൾ വാതിലിൽ ചാരി അവിനാഷ്. അവൾ വേഗം നോട്ടം മാറ്റി. അരികിലെ വെള്ളമടങ്ങിയ ഗ്ലാസ്സിൽ നിന്ന് അല്പം വെള്ളം കുടിച്ചു. ലക്ഷ്മി അവളുടെ വാക്കുകൾക്കായി കാതോർത്തിരിക്കുകയായിരുന്നു. ധ്വനി അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവളെ ഞെട്ടിച്ചുകൊണ്ട് അവരും അവളെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു. 3 വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് ഓഫീസിൻ്റെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫറായി. മക്കൾ ഇവിടെ നിൽക്കട്ടെ എന്ന് എല്ലാവരും പറഞ്ഞിട്ടും അയാളത് സമ്മതിക്കാതെ അവരെയും കൊണ്ട് പുതിയ സ്ഥലത്തേക്ക് പോയി. രാവിലെ കുട്ടികൾ അവിടെയുള്ള അങ്കണവാടിയിലാക്കിയിട്ട് അയാൾ ജോലിക്ക് പോകും. വൈകിട്ട് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ തിരികെ കൊണ്ടുപോകും. ചില ദിവസങ്ങളിൽ
അയാൾ കുട്ടികളെയും കൊണ്ട് ഓഫീസിലേക്കും പോവാറുണ്ട്. അവിടെ എല്ലാവർക്കും കുട്ടികളെ വലിയ കാര്യമാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി അയാൾക്കൊരു പ്രണയാഭ്യർത്ഥന വരുന്നത്. അതും കൂടെ ജോലി ചെയ്യുന്ന പെൺസുഹൃത്തിൽ നിന്ന് തന്നെ. അയാൾ ആകെ വല്ലാതെയായി. കാരണം ആ പെൺകുട്ടിക്ക് കേവലം 22 വയസ്സ് മാത്രമാണ് പ്രായം. അയാൾക്കോ 37. അയാൾ കർക്കശമായി അയാളുടെ എതിർപ്പ് അവളെ അറിയിച്ചു. പക്ഷേ അവൾ അയാളെ വിടാൻ ഭാവമില്ലായിരുന്നു. അവൾക്കൊരു ഭാര്യയേക്കാളേറെ ആ കുഞ്ഞുങ്ങളുടെ അമ്മയാവാനായിരുന്നു കൊതി. കുഞ്ഞുങ്ങൾക്കും അവളെ വളരെ ഇഷ്ടമായിരുന്നു. വീണ്ടും വീണ്ടുമുള്ള അവളുടെ പറച്ചിലിൽ അയാൾ പാതി മനസ്സോടെ സമ്മതം മൂളി. അവളുടെ വീട്ടിലെ ആരും ഇതിന് സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കി ഒരു ദിവസം അവിടെ നിന്നിറങ്ങി അയാളുടെ അടുത്ത് വന്നു. ഇതുവരെ ഈ കാര്യം വീട്ടിൽ അവതരിപ്പിക്കാത്തത് കാരണം അയാളുമാകെ ധർമ്മസങ്കടത്തിലായി. പിന്നെ രണ്ടും കൽപ്പിച്ച് വീട്ടിൽ കാര്യം അറിയിച്ചെങ്കിലും അവരയാളെ പരമാവധി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അവൾക്കിനി പോവാൻ ഇടമില്ല എന്ന് പറഞ്ഞ് അന്ന് തന്നെ അയാൾ അവളെ കൂടെ കൂട്ടി. പക്ഷെ അന്നു മുതൽ അയാളെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയതായി അയാളുടെ അച്ഛനും അമ്മയും പറഞ്ഞു. കൊട്ടും കുരവയും ഇല്ലാതെ അയാൾ വീണ്ടും വിവാഹിതനായി. വലതുഭാഗത്ത് അവളുടെ ഒപ്പം നെഞ്ചോട് ചേർത്ത് പൊടിയും അയാളുടെ ഇടതു കൈയിൽ മൂത്ത മകളും ഉണ്ടായിരുന്നു. അവളുടെ കൈ അയാളുടെ കയ്യിൽ ഭദ്രമായിരുന്നു. കാലം വീണ്ടും മുന്നോട്ട് യാത്രയായി. വീണ്ടും അപ്രതീക്ഷിതമായി അയാളുടെ ജീവിതത്തിലേക്കൊരു കരുതിരം. അയാൾ സഞ്ചരിച്ച വണ്ടി മറ്റൊരു വണ്ടിയായി കൂട്ടിയിടിച്ചു. ഒരു മാസത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ലഭിച്ചത് ഒരു വശം തളർന്നൊരു ശരീരം മാത്രമാണ്. അങ്ങനെയൊരവസ്ഥയിൽ ഏതൊരു സ്ത്രീയാണെങ്കിലും അയാളെ ഇട്ടിട്ട് പോകാനാകും ആദ്യം ശ്രമിക്കുക. പക്ഷേ ഇവിടെ അയാൾ പോകാൻ പറഞ്ഞിട്ട് പോലും അവൾ പോവാതെ അയാളെ നെഞ്ചോട് അടക്കി പിടിച്ചിരുന്നു. ഒപ്പം കൈവിടാതെ ആ കുഞ്ഞുങ്ങളെയും. അയാളുടെ ഹൃദയത്തിൽ നിന്ന് അവളിലേക്ക് സ്നേഹമൊഴുകി. സ്നേഹിക്കാൻ ശരീരം വേണ്ടല്ലോ. നിശബ്ദതയ്ക്ക് പോലും വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു ഇരുവർക്കും. ഒരു ദിവസം അവൾ ജോലി കഴിഞ്ഞ് നേരത്തെ ഇറങ്ങി. നേരത്തെ ആയതുകൊണ്ട് കുട്ടികളെ വിളിക്കാൻ ഇനിയും സമയമുണ്ടായിരുന്നു. അവൾ വേഗം വീട്ടിലേക്ക് നടന്നു. കൊതിയോടെ അയാളുടെ അരികിൽ കുറച്ചു നേരം ഇരുന്ന് അയാളെ കാണാൻ. വീട്ടിലെത്തി അവൾ വേഗം അയാൾ കിടക്കുന്ന മുറിയിലേക്ക് ഓടിക്കയറി. അവൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ അയാളുടെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. അവൾ ഓടി അയാളുടെ കിടക്കയിലേക്ക് കയറി കിടന്നു. മുഖം മുഴുവൻ ഉമ്മകൾ കൊണ്ട് മൂടി. അയാളുടെ നെഞ്ചോട് ചേർന്നവൾ കിടന്നു. ഒരു കൈ കൊണ്ട് അയാൾ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു, ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിക്കും പോലെ. അവൾ അയാൾക്ക് കുഞ്ഞു തന്നെയായിരുന്നു. അത്രയും പ്രായവ്യത്യാസമുള്ള ഒരാളെ വിവാഹം കഴിച്ച് തോർക്കുമ്പോൾ അയാൾക്കിപ്പോഴും അത്ഭുതമാണ്. പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് അവൾ അയാളുടെ അരികിൽ നിന്ന് എഴുന്നേറ്റത്. അയാളുടെ നെറ്റിയിൽ വീണ്ടും ഒന്ന് അമർത്തി മുത്തിക്കൊണ്ട് വേഗം വാതിൽ തുറക്കാൻ പോയി. വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ബഹുമാനപൂർവ്വം അകത്തേക്ക് ക്ഷണിച്ചു. അയാളും ചിരിയോടെ കയറി. അയാൾ അവൾ പുതുതായി ജോലിക്ക് ചേർന്ന കമ്പനിയുടെ ഓണറായിരുന്നു. ഒറ്റയ്ക്ക് എല്ലാ കാര്യവും നോക്കുന്നത് കാരണം സാലറി കൂടുതലുള്ള ജോലി കിട്ടിയപ്പോൾ അവിടെ കയറിയതാണ് അവൾ. അയാൾക്ക് അവളുടെ ഭർത്താവിനെ കാണാനാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ അവൾ അയാളെയും കൊണ്ട് അവരുടെ മുറിയിലേക്ക് ചെന്നു. അല്പനേരത്തെ സംസാരത്തിനൊടുവിൽ അയാൾ പോവാനിറങ്ങി. അവളും ചിരിയോടെ അയാളെ ആക്കാനായി മുറിയുടെ പുറത്തേക്കായി ഇറങ്ങിയതും അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് അവൾ ആഞ്ഞു പുൽകി. ഭയപ്പെട്ട് അവൾ അയാളെ തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അയാൾ അവളെ വിടാതെ അയാളോട് ചേർത്ത് നിർത്തി. അവളുടെ പേടിച്ചരണ്ട ശബ്ദവും സാധനങ്ങൾ തട്ടിമറിയുന്ന ശബ്ദവും കേട്ട് മുറിയിൽ നിന്ന് ഭർത്താവ് അവളെ പേരെടുത്ത് വിളിക്കാൻ തുടങ്ങി. അതേസമയം അപ്പുറത്ത് അവളുടെ മാറിൽ നിന്ന് സാരി വലിച്ചൂരി അവളുടെ ശരീരത്തിൽ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു അയാൾ. അവളുടെ കരച്ചിലോ അലർച്ചയോ എല്ലാം കേട്ടിട്ടും ഒന്നനങ്ങാൻ പോലും ആവാതെ മുറിയിൽ കിടന്ന അയാളും അലറിക്കരഞ്ഞു. അവളുടെ മേലിൽ അയാൾ നടത്തിയ താണ്ഡവം കഴിഞ്ഞ് അയാൾ അരികിൽ കിടന്ന സാരി അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ഒപ്പം അയാളുടെ വസ്ത്രം എടുത്തിട്ട് അയാൾ വേഗം പുറത്തേക്ക് പാഞ്ഞു. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത് അവളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന അയാളുടെ പൈശാചിക രൂപം മാത്രമായിരുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ധ്വനി നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ ലക്ഷ്മിയാണ് അവൾക്ക് വെള്ളം എടുത്തു കൊടുത്തത്. അവിനാശും അമ്മയും ഒപ്പം കിടക്കയിലിരിക്കുകയായിരുന്നു.
അവളോടൊന്നും ചോദിക്കാനുള്ള മാനസികാവസ്ഥ അവർക്കും ഉണ്ടായില്ല. ധ്വനിയുടെ കണ്ണുകൾ പുകഞ്ഞുകൊണ്ടേയിരുന്നു. ആ ഓർമ്മയിൽ അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു. മനസ്സിലെ കനൽ കണ്ണിൽ തെളിയല്ലേ എന്നവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പിന്നീട് അവൾക്കൊരിക്കലും അവളുടെ ഭർത്താവിൻ്റെ നേരെ നോക്കാൻ സാധിച്ചിട്ടില്ല. വീട്ടിലെ കാര്യവും മക്കളുടെ കാര്യവും അയാളുടെ കാര്യവും എല്ലാം ചെയ്യും. പക്ഷേ അയാളുടെ അരികിൽ ചെല്ലുമ്പോൾ അവൾക്ക് എന്നുമില്ലാത്ത തിരക്കായിരുന്നു. അയാൾക്കതൊട്ടും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഭാര്യയാണെങ്കിലും അവൾ അയാളെ മകളെപ്പോലെയാണ് സ്നേഹിക്കുന്നത്. അവൾ എന്തുമാത്രം അനുഭവിച്ചു കാണും. അയാളുടെ കണ്ണുകൾ പെയ്തു. അതുകൊണ്ടുകൊണ്ടാണ് അവൾ വന്നത്. ഒന്നും മിണ്ടാതെ അവൾ ആ കണ്ണുകൾ തുടച്ചു കൊടുത്തു. എണീറ്റ് പോകാൻ തുടങ്ങിയ കൈകളിൽ പിടിച്ച് അയാൾ അവിടെ തന്നെ ഇരുത്തി. തന്നെ നോക്കാതെ മറ്റെങ്ങോ നോക്കിയിരിക്കുന്ന അവളെ കണ്ട് അയാൾക്ക് വീണ്ടും വല്ലാത്ത വേദന തോന്നി. പതിയെ അവൾ സംസാരിക്കാൻ തുടങ്ങി. അവളുടെ സംസാരത്തിൽ പോലും ഒരു പുതുമയുണ്ടായിരുന്നു. പഴയ കൊഞ്ചലില്ല, കുസൃതിയില്ല. അവൾ പറഞ്ഞ കാര്യം കേട്ട് അയാൾ ഞെട്ടി. അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. അയാൾക്ക് എന്തെങ്കിലും പറയാനാവുന്നതിന് മുന്നേ അവൾ കൈ വിടുവിച്ച് എണീറ്റ് പോയിരുന്നു. പിന്നെ അയാൾ അവിടെ പതിവ് സന്ദർശകനായി. ചിലപ്പോൾ ഇവിടെ, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ ഒരു ചുവരിനിപ്പുറം അയാളും. ഒരിക്കലും അയാൾക്ക് അവളോട് ദേഷ്യം തോന്നിയില്ല. രാത്രിയിൽ അവൾ ഇയാളുടെ കാൽക്കീഴിലിരുന്ന് കണ്ണുനീർ വാർക്കുന്നത് അറിഞ്ഞിട്ടും അയാളൊരു വാക്കുകൊണ്ട് പോലും അവളെ ശാസിച്ചില്ല. അതിനിടയിൽ ഭർത്താവ് മരിച്ചു. മക്കളുമായി പുതിയൊരു വീട്ടിലേക്ക് സ്ഥലം മാറി. പക്ഷേ അവരവിടെ നിർത്തിയില്ല. ദൂരെയുള്ള സ്കൂളിലും കോളേജിലും മറ്റുമായാണ് അവരെ പഠിപ്പിക്കാനാക്കിയത്. അയാളുടെ മരണം അവൾക്കൊട്ടും തന്നെ ഉൾക്കൊള്ളാനാവുന്നതായിരുന്നില്ല. എന്നാലും അവൾ ആശ്വസിച്ചു. മരണം കൊണ്ടയാൾ രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത്. പക്ഷേ ഒരു ദിവസം അയാൾ അവളുടെ ഒപ്പം കിടക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു, അയാളാണ് ആ പാഴ്ജന്മത്തെ ഇല്ലാതാക്കിയതെന്ന്. അവൾക്ക് സ്വതന്ത്രമായി അയാളുടെ ഒപ്പം ചെല്ലാനായി. അവളുടെ ഉള്ളിൽ കോപം കത്തിച്ചൊലിച്ചു. പക്ഷെ അവൾ ചലിച്ചില്ല. മനസ്സിലിട്ട് ഓരോന്ന് കണക്ക് കൂട്ടാൻ തുടങ്ങി. അവളുടെ അനക്കൊന്നും കാണാതായപ്പോൾ അയാൾ അവളുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങി. ശരീരം ഇളക്കി മറിച്ചിട്ടും അവളുടെ മനസ്സ് അയാളെ കൊല്ലാനുള്ള പകയോട് അവസരം നോക്കിയിരുന്നു. കാലം കടന്നുപോയി. അയാളിലുള്ള അവളുടെ വിശ്വാസം അവൾ എല്ലാ തരത്തിലും ഊട്ടിയുറപ്പിച്ചു. അയാൾക്ക് അവളോട് കാമത്തിൽ കുതിർന്ന പ്രണയമായിരുന്നു. അവൾക്ക് അയാളോട് പകയും. ഒരിക്കൽ അയാളോടൊപ്പം അയാളുടെ വീട്ടിലെ കിടക്കയിൽ അവൾ കിടന്നു. അവൾ വിചാരിച്ചതുപോലെ തന്നെ അന്ന് അയാളുടെ ഭാര്യയും മക്കളും അവിടെ എത്തി. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചിരിക്കുകയായിരുന്നു. അവരെ കാണാനോ അവർ പറയുന്ന ശാപവചനങ്ങൾ കേൾക്കാനോ അവൾക്കാവുമായിരുന്നില്ല. തലയിൽ തലോടുന്നതറിഞ്ഞാണ് അവൾ മടിച്ചു മടിച്ച് തല ഉയർത്തിയത്. തൊട്ടു മുന്നിൽ ലക്ഷ്മിയമ്മ. ഒന്നും ഓർക്കാതെ അവൾ അവരുടെ നെഞ്ചോട് ചാരി പൊട്ടിക്കരഞ്ഞു. അവർ അവളുടെ മുഖം പിടിച്ചുയർത്തി നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവളുടെ കണ്ണുകൾ അറിയാതെ അവിനാശിലേക്ക് പാറി വീണു. അവൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു. അല്ലെങ്കിലും ഏത് മകനാണ് അച്ഛനെപ്പറ്റി ഇങ്ങനെയൊക്കെ കേൾക്കാൻ സാധിക്കുന്നത്? മായമ്മയുടെ മരണം, അതും കൊലപാതകമാണ്. ലക്ഷ്മിയുടെ കൈകൾ പെട്ടെന്ന് അവളിൽ നിന്ന് വേർപെട്ടു. നിങ്ങളന്ന് പോയി കഴിഞ്ഞപ്പോൾ അമ്മ സാറിൻ്റെ അച്ഛനോടെല്ലാം പറഞ്ഞു. അമ്മയെ കുറേ തല്ലി അമ്മച്ചൻ. ധ്വനി വിതുമ്പലോടെ പറഞ്ഞു. മനുഷ്യനല്ല, മൃഗം. ലക്ഷ്മി അവളെ വീണ്ടും ചേർത്ത് പിടിച്ചു. അമ്മയ്ക്കറിയായിരുന്നു സാർ അമ്മയെ കൊല്ലുമെന്ന്. അമ്മയുടെ ഡയറിയ നിങ്ങളെ വെച്ചോ? അവിനാഷിൻ്റെ കയ്യിലേക്ക് അവൾ അത് ബലമായി പിടിപ്പിച്ചു. അവൾ പതിയെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ബാഗിനരികിലേക്ക് പോയി. ഇതൊക്കെ ഒന്ന് പറയാനാണ് ഞാൻ വന്നത്. മുഖം അമർത്തി തുടച്ച് അവൾ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു. ഞാൻ പോവുക. ദേ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. അവൾ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പുറത്ത് വാതിലിനരികിൽ ഭിത്തിയിൽ ചാരി തല കൊമ്പിട്ട് അഭിമന്യു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ വേഗം അഭിമന്യുവിനരികിലേക്ക് ചെന്നു. ഞാൻ പോവാ. അഭിമന്യു മുഖമുയർത്തി അവളെ നോക്കി.
അവൾ ചിരിച്ച മുഖത്തോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്നു. അവൻ വേഗത്തിൽ കണ്ണുകൾ അവളിൽ നിന്ന് ദൂരേക്ക് പായിച്ചു. അവൾ മൂവരെയും ഒരിക്കൽ കൂടി നോക്കി ആ വീടിൻ്റെ പടി കടന്നുപോയി. അഭിമന്യുവിൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ ആ മണ്ണിലേക്ക് പതിച്ചു. മനസ്സറിഞ്ഞ അവൻ അവളോട് ക്ഷമ ചോദിച്ചു. ചെയ്തു കൂട്ടിയവയ്ക്കെല്ലാം. ഏട്ടൻ പറഞ്ഞത് ശരിയാ, അവിനാശ് അവൻ അരികിലേക്ക് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു. അഭിമന്യു അവനെ സംശയത്തോടെ നോക്കി. സ്ത്രീ വിഷമാണെന്ന്? ശരിയാ, സ്ത്രീ ശരിക്കും വിഷം തന്നെയാണ്, പാമ്പിൻ്റെ വിഷം. കണ്ടില്ലേ അവരോട് ചെയ്ത ക്രൂരതയ്ക്ക് അവർ ഇത്രയും വർഷം കൂടെ നിന്ന് തന്നെ അച്ഛനെ പണി കൊടുത്തത്. വേദനയ്ക്കിടയിലും അവൻ ചിരിച്ചു. അവൻ വീണ്ടും വീണ്ടും ഉത്സാഹത്തോടെ മനസ്സിൽ പറഞ്ഞു, എൻ്റെ വിദ്യാർത്ഥി, അവൾ ചീത്തയല്ല. അഭിമന്യുവിൻ്റെ കണ്ണുകൾ ഇപ്പോഴും അവൾ പോയ വഴിയിലേക്ക് തന്നെയാണ്. അവിനാശ് അഭിമന്യുവിൻ്റെ കയ്യിലേക്ക് ഡയറി ഏൽപ്പിച്ച് തിരിഞ്ഞു നടന്നു. അവൻ്റെ കണ്ണിൽ വീണ്ടും ധ്വനിയുടെ തകർന്ന മുഖം ഓടിയെത്തി. സോറി ധ്വനി. ചുണ്ടുകൾ വിറച്ചു പോയിരുന്നു അവനത് പറഞ്ഞപ്പോൾ. ഫോൺ റിങ് ചെയ്തപ്പോൾ അവൻ വേഗം മുഖം തുടച്ച് ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. മറുവശത്ത് നിന്ന് കാര്യം കേട്ട് അവൻ ഞെട്ടിത്തരിച്ചുപോയി. അച്ഛൻ പോയി. ചുണ്ടുകൾ തനിയെ പിറുപിറുത്തു. തുടങ്ങിയ ആൾ തന്നെ എല്ലാം തീർത്തു.